കുറച്ച് സ്പോക്കൺ ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് എന്താ? നീ വീട് വൃത്തികേടാക്കി. അപ്പം ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. ഇപ്പം നിങ്ങൾക്ക് കേൾക്കുമ്പോഴേ മനസ്സിലായി, വൃത്തികേടാക്കി. ഇപ്പോൾ കഴിഞ്ഞു പോയ കാര്യമാണ് പറയണത്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അപ്പം നീ എന്ന് വെച്ചാൽ എന്താ? യു. വീട് നമുക്ക് ഹൗസ് എന്ന് പറയാം, ഹോം എന്ന് പറയാം. അപ്പോൾ വൃത്തികേടാക്കി, ഞാൻ പറഞ്ഞു ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന്. അപ്പം വൃത്തികേടാക്കിന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? മെസ്ഡ് അപ്പ്. അപ്പം നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാം. എങ്ങനെ നീ വീട് വൃത്തികേടാക്കി നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. നീ യു വൃത്തികേടാക്കി. അപ്പം മെസ്ഡ്, MESSED, യു മെസ്ഡ് അപ്പ്. അപ്പം ഇത് ഡി ആണ്, MESSED ആണ്, മെസ്ഡ്. യു മെസ്ഡ് അപ്പ്. എന്താ വൃത്തികേടാക്കിയത്? യു മെസ്ഡ് അപ്പ് ദ ഹൗസ്. വീട് വൃത്തികേടാക്കി. യു മെസ്ഡ് അപ്പ് ദ ഹൗസ്. നീ വീട് വൃത്തികേടാക്കി. അപ്പം ഇത് ഓൾറെഡി ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം നമുക്ക് നോക്കാം ഇതിൻ്റെ സബ്ജക്റ്റ് വെർബൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. പക്ഷെ നമ്മളൊരു സ്പോക്കൺ ഇംഗ്ലീഷിൽ പറയാൻ വേണ്ടി ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അപ്പം ഇവിടെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എന്ന് പറയുന്നത് യു ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പം വെർബ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് വരുമ്പം, പ്രത്യേകിച്ച് നമ്മൾ ഒരു മുമ്പിലത്തെ ക്ലാസ്സിൽ പഠിച്ചത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് വരുമ്പം നമ്മൾ സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദി വെർബാണ് എഴുതുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്കിവിടെ കാണിക്കാം. സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് വെർബ് എന്ന് എഴുതാം ഞാനിവിടെ. അപ്പം നമ്മൾ പഠിച്ചായിരുന്നല്ലോ ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് വരുമ്പം നമുക്ക് സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദി വെർബ് എഴുതിയിട്ട് നമുക്ക് ആ ഒരു സെൻറ്റൻസ് എഴുതാൻ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പം ഇവിടെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ യു ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ യു നമ്മളിവിടെ എഴുതി. പിന്നെന്താ? പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. അപ്പം മെസ്സിൻ്റെ പാസ്റ്റ് ഫോമാണ് മെസ്ഡ്, ED. നമ്മളിവിടെ ED യൂസ് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കും. മെസ്സിനെ പാസ്റ്റ് ഫോം ആക്കി മെസ്ഡ് ആക്കി. അപ്പം നമ്മളിവിടെ എങ്ങനെയാണ് എഴുതിയത്? സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. അപ്പോൾ സബ്ജക്റ്റ് ആണ് യു, പിന്നെ വെർബ് എന്ന് പറയുന്നത് എന്താ? വെർബ് എന്ന് പറയുന്നത് മെസ്ഡ്. അപ്പം നമ്മൾ ഇതിൽ പഠിച്ചു പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. വെർബിൻ്റെ പാസ്റ്റ് ഫോം മെസ്സായിരുന്നു വെർബ്. അപ്പോൾ ആ മെസ്സിൻ്റെ പാസ്റ്റ് ഫോമാണ് മെസ്ഡ് എന്ന് നമ്മളിവിടെ എഴുതിയേക്കുന്നത്. അപ്പം ഈ ഒരു ഫോം നമുക്ക് ഓർത്ത് വെച്ചിരുന്നാൽ മതി, നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് സംസാരിക്കുമ്പോഴൊന്നും എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റില്ല. നമ്മൾ ജസ്റ്റ് അറിയാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്, അറിഞ്ഞിരിക്കാൻ വേണ്ടി. അപ്പം ഇങ്ങനെ നീ വീട് വൃത്തികേടാക്കി. യു മെസ്ഡ് അപ്പ് ദ ഹൗസ്. അപ്പോൾ ഈ ഒരു ഫോം ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. കാര്യം ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. കഴിഞ്ഞു പോയ ഒരു നമുക്ക് സെൻറ്റൻസ് കേട്ടപ്പോഴും മനസ്സിലായി കഴിഞ്ഞു പോയൊരു കാര്യമാണെന്ന്. അപ്പം ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പം നമ്മൾ സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഓഫ് ദ വെർബ് ഉപയോഗിച്ചാണ് ഇത് എഴുതിയത്. ഇവിടെ സബ്ജക്റ്റ് യു ആണ്. അപ്പോൾ യു ഒരു സിംഗുലാർ തേർഡ് പേഴ്സൺ സിംഗുലാർ സബ്ജക്റ്റ് ആണ്. അപ്പം ഇങ്ങനെ നമ്മൾ എഴുതിയത് നീ വീട് വൃത്തികേടാക്കി. യു മെസ്ഡ് അപ്പ് ദ ഹൗസ്. അപ്പം നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പം നെക്സ്റ്റ് പോയിന്റ് നീ പരിധി കടന്നു. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാം? ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് കേൾക്കുമ്പോഴേ അറിയാം, നീ പരിധി കടന്നു. അപ്പോൾ കഴിഞ്ഞു പോയ കാര്യമാണ്, കടന്നു. അപ്പം ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. നമുക്ക് എങ്ങനെ പറയാം? നീ എന്ന് വെച്ചാൽ എന്താ? യു. പരിധി കടന്നു. അപ്പം എങ്ങനെ പറയാം? ക്രോസ് ദ ലൈൻ. ക്രോസിൻ്റെ കൂടെ നമ്മൾ ED കൂടെ ആഡ് ചെയ്തിട്ട് ക്രോസ് ദ ലൈൻ. അപ്പം ക്രോസിനെ നമ്മൾ പാസ്റ്റ് ഫോമിലാക്കി ക്രോസ് ED യൂസ് ചെയ്യും. യു ക്രോസ് ദ ലൈൻ. യു ക്രോസ് ദ ലൈൻ. അപ്പം ക്രോസ് അല്ല, യു ക്രോസ് ദ ലൈൻ. നീ പരിധി കടന്നു. യു ക്രോസ് ദ ലൈൻ. അപ്പം ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. ഈ സെൻറ്റൻസ് കേൾക്കുമ്പോഴേ അറിയാം നീ പരിധി കടന്നു, കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പം നമ്മൾ ഇവിടെ സബ്ജക്റ്റ് നോക്കുക, വെർബ് ഏതാണെന്ന് നോക്കുക. നമുക്ക് അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ യു ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ വെർബ് എന്ന് പറയുമ്പം ക്രോസ് ആണ് ഇവിടുത്തെ വെർബ്. അപ്പം നമ്മൾ ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞു ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പം നമ്മൾ ആ ഫോം എങ്ങനെയാണ്? സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. അപ്പോൾ പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. അപ്പം നമ്മൾ എങ്ങനെയാണ് ഇവിടെ എഴുതിയത്? സബ്ജക്റ്റ് യു ആണ്. അപ്പം ക്രോസ് ആണ് വെർബ്. അപ്പോൾ ക്രോസിൻ്റെ പാസ്റ്റ് ഫോമാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ക്രോസിൻ്റെ പാസ്റ്റ് ഫോം എന്താ? നമ്മൾ ക്രോസിനോട് ED കൂടെ ചേർത്തിട്ട് ക്രോസ്ഡ് ആക്കും. അപ്പോൾ ക്രോസിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി ക്രോസ്ഡ് ആക്കി. അപ്പം യു ക്രോസ് ദ ലൈൻ. നീ പരിധി കടന്നു. യു ക്രോസ് ദ ലൈൻ. അപ്പം സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് എഴുതിയത്. നമ്മൾ ഈ ഫോം ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഒരു പാസ്റ്റ് സെൻറ്റൻസ് വരുമ്പം
നമ്മളൊക്കെ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാമെന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അല്ലാതെ നമ്മൾ എപ്പോഴും പറയുമ്പം നമ്മൾ ഇത് ഓർത്തുകൊണ്ട് പറയണം എന്നല്ല, നമ്മളിത് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി കേട്ടോ. അപ്പം നീ പരിധി കടന്നു, അപ്പോൾ യു ക്രോസ് ദ ലൈൻ, സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഓഫ് ദ വെർബ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് എഴുതിയത്. നമുക്ക് അടുത്ത പോയിന്റ്. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? ഞാൻ നിന്നെയും കൊണ്ട് മടുത്തു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഇംഗ്ലീഷിൽ? ഞാൻ നിന്നെയും കൊണ്ട് മടുത്തു നമ്മൾ പറയത്തില്ലേ, അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് സെൻറ്റൻസ് ആണ്. അപ്പം ഞാൻ എന്ന് വെച്ചാൽ എന്താ? ഐ. നിന്നെയും കൊണ്ട് മടുത്തു, ഫെഡ് അപ്പ് വിത്ത് യു. അപ്പം ഐ ആം ഫെഡ് അപ്പ് വിത്ത് യു. ഞാൻ നിന്നെയും കൊണ്ട് മടുത്തു, ഐ ആം ഫെഡ് അപ്പ് വിത്ത് യു നമുക്ക് എഴുതാം ഇംഗ്ലീഷിൽ. അപ്പം ഇവിടെ എങ്ങനെയാണ് ഇവിടുത്തെ സബ്ജക്റ്റും വെർബൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ പറഞ്ഞു ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് സെൻറ്റൻസ് ആണെന്ന്. അപ്പം ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു സിമ്പിൾ പ്രസൻറ്റ് സെൻറ്റൻസ് വരുമ്പം സബ്ജക്റ്റ് പ്ലസ് വെർബ് ഉപയോഗിച്ച് നമുക്ക് എഴുതാം. അപ്പോൾ സബ്ജക്റ്റ് നോക്കിയിട്ടായിരിക്കണം നമ്മൾ വെർബിൻ്റെ കൂടെ എസ് ഓർ ഇ എസ് ആഡ് ചെയ്യണോ വേണ്ടോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പം ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഐ ആണ് സബ്ജക്റ്റ്. അപ്പം നമ്മൾ അന്ന് പഠിച്ചതാണ്, കുറച്ച് മുമ്പുള്ള ക്ലാസ്സിൽ പഠിച്ചതാണ് നമ്മൾ എവിടെയൊക്കെയാണ് എസ് ഓർ ഇ എസ് ഏതൊക്കെ സബ്ജക്റ്റ് വരുമ്പോഴാണ് ഉപയോഗിക്കേണ്ടത്. അപ്പം ഹീ, ഷീ, ഇറ്റ്, ഇപ്പം ഒരു ടൈം, അപ്പോൾ അങ്ങനെയുള്ള സബ്ജക്ട്സിലൊക്കെ നമുക്ക് എസ് ഓർ ഇ എസ് ആഡ് ചെയ്യാം. അപ്പം എസ് ഓർ ഇ എസ് ആഡ് ചെയ്യേണ്ടാതെ എവിടെയെന്ന് പറഞ്ഞാൽ ഇപ്പം ഐ, യു, വി, ദേ, ഇപ്പം ഇങ്ങനെയുള്ള സബ്ജക്ട്സിലൊക്കെ എസ് ഓർ ഇ എസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പം ഞാൻ ഈ എസ് ഓർ ഇ എസ് പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലായിരിക്കാം. ഇപ്പം ഞാനിവിടെ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഷീ ആണെന്ന് വെച്ചാൽ സബ്ജക്റ്റ് ഷീ. ഇപ്പം ഷീ, ഇപ്പം ഇവിടെ എങ്ങനെയാണ്? ഷീ ഗോ. അപ്പോൾ ഇങ്ങനൊരു ജസ്റ്റ് ഇത്ര ഞാൻ എഴുതുന്നുള്ളൂ. അപ്പോൾ ഷീ, ഇപ്പോൾ ഇവിടെ ഷീ ആണ് സബ്ജക്റ്റ്. അപ്പം സബ്ജക്റ്റ് ഷീ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ എസ് ഓർ ഇ എസ് ആഡ് ചെയ്യണോ വേണ്ടയോ നമുക്ക് നോക്കാം. ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? ഐ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എസ് ഓർ ഇ എസ് ആഡ് ചെയ്യേണ്ടത് ഷീ, ഹി, ഇറ്റ് അങ്ങനെയുള്ള സബ്ജക്ട്സിൽ എസ് ഓർ ഇ എസ് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഷീ ആണ് സബ്ജക്റ്റ്, അപ്പം നമുക്കിവിടെ എസ് ഓർ ഇ എസ് ആഡ് ചെയ്യാമല്ലോ. കാര്യം ഷീ ആണ് സബ്ജക്റ്റ്. അപ്പം GO, ഗോ ആണ്. അപ്പം നമുക്ക് ഗോയെ നമ്മൾ ഇ എസ് ആഡ് ചെയ്യാം, ഗോസ് ആക്കി. അപ്പം നമ്മളിവിടെ എസ് ഓർ ഇ എസ് ആഡ് ചെയ്താണ് എഴുതുന്നത്. ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഫോമിൽ ഷീ ഗോസ്. അപ്പം നമ്മൾ ആഡ് ചെയ്തു, ഇ എസ് ആഡ് ചെയ്തു. അപ്പം നമ്മൾ ഈ ഒരു സബ്ജക്റ്റിനെ നമുക്ക് അങ്ങനെ എഴുതാം, കാര്യം സബ്ജക്റ്റ് ഷീ ആണ്. ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? ഐ ആണ്. അപ്പോൾ ഐയുടെ കൂടെ നമുക്ക് ഐ, യു, വി, ദേ, ഇപ്പം ഇങ്ങനെയുള്ള സബ്ജക്ട്സിൻ്റെ കൂടെ നമുക്ക് എസ് ഓർ ഇ എസ് ആഡ് ചെയ്യാതെ എഴുതാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ എങ്ങനെ? ഐ ആം ഫെഡ് അപ്പ് വിത്ത് യു. ഞാൻ നിന്നെയും കൊണ്ട് മടുത്തു. അപ്പം ഇങ്ങനെ ഇത് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കും ഈ ഫോം. അപ്പം പിന്നെ നിങ്ങൾ വിചാരിക്കും എസ് ഓർ ഇ എസ് എന്താ ഞാൻ പറഞ്ഞത്? ഇവിടെ ഗോസ്. ഇപ്പം എസ് ചേർക്കേണ്ട വേർഡ്സ് ഞാൻ ഓർത്തിട്ട് പറയാം. ഇപ്പം ഇവിടെ ഷീ, ഗോസിന് പകരം എന്താ? ഇപ്പം ഞാനിവിടെ ഈ ഗോയുടെ പകരം ഞാൻ ഇവിടെ ഒന്നും കൂടെ എഴുതാം. ഷീ ലവ്, ഷീ ലവ്, അത്ര എഴുതുന്നുള്ളൂ ഞാൻ. അപ്പം ഇവിടുത്തെ സബ്ജക്റ്റ് ഷീ ആണല്ലോ, ഷീ ആണ് സബ്ജക്റ്റ്. അപ്പം ഇവിടെ നമുക്ക് എസ് ഓർ ഇ എസ് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഓൾറെഡി LOVE, ലവിൻ്റെ സ്പെല്ലിങ് LOVE ആണ്. അപ്പോൾ നമുക്ക് എസ് മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പോൾ അതാണ് എസ് ഓർ ഇ എസ് എന്നുള്ളത് നമ്മൾ പറയുന്നത്, എസ് ഓർ ഇ എസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇ എസ് ആഡ് ചെയ്തു, കാര്യം ഗോസ് നമ്മൾ ഇ എസ് ആഡ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇ എസ് ആഡ് ചെയ്തു. ഇവിടെ ലവിൻ്റെ കൂടെ ഓൾറെഡി LOVE ഉണ്ടായതുകൊണ്ട് നമുക്ക് എസ് നിന്ന് ആഡ് ചെയ്താൽ മതി. അപ്പോൾ അതാണ് ഞാൻ ജസ്റ്റ് എസ് ഓർ ഇ എസ് എങ്ങനെയാണെന്നുള്ളൊരു ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ ഇതല്ല മെയിൻ. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ സബ്ജക്റ്റ് നോക്കിയിട്ട് എങ്ങനെയാണ് സബ്ജക്റ്റ് പ്ലസ് വെർബിൻ്റെ കൂടെ എസ് ഓർ ഇ എസ് ആഡ് ചെയ്യണോ വേണ്ടയോ എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ വെർബ് എന്ന് പറഞ്ഞാൽ ആം ആണ്. അപ്പോൾ ആമിൻ്റെ കൂടെ നമുക്ക് എസ് ഓർ ഇ എസ് ആഡ് ചെയ്യണ്ട. അപ്പം മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെ ഐ ആം ഫെഡ് അപ്പ് വിത്ത് യു. ഞാൻ നിന്നെയും കൊണ്ട് മടുത്തു. അപ്പോൾ ഇത് ഓർത്ത് വെച്ചേക്കും കേട്ടോ. ഈ ഒരു ഫോം ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഒരു പ്രസൻറ്റ് ഫോം ആകുമ്പോൾ നമുക്കിങ്ങനെ, പാസ്റ്റ് ഫോം ആണെങ്കിൽ നമ്മൾ പഠിച്ചല്ലോ സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഇസ് വെർബ്. ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആകുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് വെർബാണ്. ആ വെർബിൻ്റെ കൂടെ എസ് ഓർ ഇ എസ് ആഡ് ചെയ്യണോ വേണ്ടോ സബ്ജക്റ്റ് നോക്കിയിട്ട് നമ്മൾ തീരുമാനിക്കും. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ നിന്നെയും കൊണ്ട് മടുത്തു, ഐ ആം ഫെഡ് അപ്പ് വിത്ത് യു. അപ്പം നെക്സ്റ്റ് പോയിന്റ് പഠിക്കുക. അപ്പം നെക്സ്റ്റ് പോയിന്റ്, ഞാൻ നിന്നെ വിശ്വസിച്ചു. അപ്പം ഇതിൻ്റെ മീനിങ് എന്താ? നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? ഞാൻ നിന്നെ വിശ്വസിച്ചു. അപ്പം ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. കാര്യം വിശ്വസിച്ചു എന്ന് പറയുമ്പം കഴിഞ്ഞു പോയ കാര്യത്തിനെ പറ്റി പറയാണ്. അപ്പം നമുക്ക് മനസ്സിലായി ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഞാൻ എന്ന് വെച്ചാൽ ഐ, നിന്നെ എന്ന് പറയുമ്പം യു. വിശ്വസിക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? വിശ്വസിക്കുക എന്ന് പറയാൻ നമുക്ക് പറയാം, കുറേ വേർഡ്സ് ഉണ്ട് ഇംഗ്ലീഷിൽ. ബിലീവ് എന്ന് പറയാം, ട്രസ്റ്റ് എന്ന് പറയാം. അപ്പം നമുക്കിവിടെ എങ്ങനെ എഴുതാൻ നോക്കാം. ഞാൻ നിന്നെ വിശ്വസിച്ചു. അപ്പം
ഞാനിവിടെ ഗ്രീൻ പെൻ വെച്ചിട്ട് എഴുതാം. ഐ, ഞാൻ. ഐ എന്ന് വെച്ചാൽ എന്താ? ഞാൻ. വിശ്വസിക്കുക. വിശ്വസിക്കുക എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ പറയണേ? ട്രസ്റ്റ്. വിശ്വസിക്കുക, ട്രസ്റ്റ്. അപ്പം ഇവിടെ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ഫോം ആണല്ലോ. ഇവിടെ വിശ്വസിച്ചു. അപ്പം വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ട്രസ്റ്റാണ്. വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞു പോയ കാര്യമല്ലേ. അപ്പം നമ്മൾ ട്രസ്റ്റിൻ്റെ പാസ്റ്റ് ഫോം എഴുതും. ട്രസ്റ്റിനെ നമ്മൾ എങ്ങനെ പാസ്റ്റ് ഫോമിലോട്ടാക്കും? ട്രസ്റ്റിനെ നമ്മൾ പാസ്റ്റ് ഫോമിലോട്ടാക്കണമെങ്കിൽ നമ്മൾ ഡി യൂസ് ചെയ്യണം. ഡി. അപ്പോൾ ട്രസ്റ്റഡ്. ഇപ്പോൾ ഇതൊരു പാസ്റ്റ് ഫോമായി. ഐ ട്രസ്റ്റഡ്. എന്താ? ഐ ട്രസ്റ്റഡ് നിന്നെ. ആരെയാണ്? ഐ ട്രസ്റ്റഡ് യു. ഞാൻ നിന്നെ വിശ്വസിച്ചു. ഐ ട്രസ്റ്റഡ് യു. ഇപ്പം മനസ്സിലായല്ലോ. നമ്മൾ ട്രസ്റ്റിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് നമ്മളിവിടെ എഴുതി. കാര്യം എന്താ? ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആയതുകൊണ്ടാണ് നമ്മൾ ട്രസ്റ്റിനെ പാസ്റ്റ് ഫോമിലോട്ടാക്കിയത്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഐ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ട്രസ്റ്റാണ് ഇവിടുത്തെ വെർബ്. അപ്പം നമ്മളിത് എങ്ങനെ എഴുതിയതൊരു പാസ്റ്റ് ഫോം സെൻറ്റൻസ് ആണ്. ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. ഞാൻ നിന്നെ വിശ്വസിച്ചു. അപ്പം നമ്മൾ ആ ഒരു ഫോം നോക്കാം. സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് എഴുതിയിരിക്കുന്നത്. പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് ഇത്ര എഴുതുന്നുള്ളൂ. ഞാൻ ഷോർട്ട് ഫോമിലായിട്ട് പാസ്റ്റ് ഫോം വെർബിനെ എഴുതുന്നുള്ളൂ കേട്ടോ. അപ്പം എങ്ങനെയാ? സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഐ, പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. അപ്പോൾ വെർബിൻ്റെ പാസ്റ്റ് ഫോമാണ് സബ്ജക്റ്റിലൂടെ വേണ്ടത്. അപ്പോൾ വെർബിൻ്റെ പാസ്റ്റ് ഫോം എന്താ? വെർബ് ട്രസ്റ്റാണ്. പാസ്റ്റ് ഫോം ട്രസ്റ്റഡ്. ഡി നമ്മൾ യൂസ് ചെയ്ത് ട്രസ്റ്റഡ് ആക്കി. അപ്പം ഐ ട്രസ്റ്റഡ് യു. ഞാൻ നിന്നെ വിശ്വസിച്ചു. അപ്പം ഞാനിവിടെ ട്രസ്റ്റിനെ എങ്ങനെ മാറ്റി എന്നുള്ളത് എഴുതാം. അപ്പോൾ ട്രസ്റ്റിനെ പ്രസൻറ്റ് ഫോമാണ് ട്രസ്റ്റ്. ആ പ്രസൻറ്റ് ഫോം ട്രസ്റ്റിനെ ഞാൻ കൺവേർട്ട് ചെയ്ത് ഇത് ആറാണ്. അപ്പോൾ കൺവേർട്ട് ചെയ്ത് ഞാൻ പാസ്റ്റ് ഫോമിലോട്ടാക്കി. അപ്പം അത് ട്രസ്റ്റിൻ്റെ കൂടെ നമ്മൾ ഡി യൂസ് ചെയ്തു. അപ്പോൾ പാസ്റ്റ് ഫോം ആക്കി ട്രസ്റ്റഡ് എന്നായി. അപ്പോൾ ട്രസ്റ്റിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി ട്രസ്റ്റഡ് എന്നാക്കിയിട്ടാണ് ഇവിടെ ഞാൻ എഴുതിയത്. ഐ ട്രസ്റ്റഡ് യു. ഞാൻ നിന്നെ വിശ്വസിച്ചു. കാര്യം കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പം ഞാൻ നിന്നെ വിശ്വസിച്ചു. ഐ ട്രസ്റ്റഡ് യു. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? എനിക്ക് സമയം വേണം. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? എനിക്ക്. അപ്പം എനിക്കെന്ന് പറഞ്ഞാൽ എന്താ? ഐ. സമയം, ടൈം. വേണം. വേണത്തിന് ഇംഗ്ലീഷിൽ എന്താ? നീഡ്. അപ്പോൾ ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതാൻ നോക്കാം. ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. നമുക്കും അറിയാം എനിക്ക് സമയം വേണം. ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? എനിക്ക് ഐ വേണം. വേണം എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? നീഡ്. ഐ നീഡ് സമയം. സമയം, ടൈം. ഐ നീഡ് ടൈം. എനിക്ക് സമയം വേണം. ഐ നീഡ് ടൈം. അപ്പം ഇവിടെ ഇത് ജസ്റ്റ് ഞാൻ പറഞ്ഞിരിക്കുവാണ്. ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഐ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. നീഡ് എന്ന് പറഞ്ഞാൽ വെർബാണ് ഇവിടുത്തെ നീഡ്. വെർബ് എന്ന് പറഞ്ഞാൽ നീഡാണ്. അപ്പോൾ സബ്ജക്റ്റ് ഐ, വെർബ് നീഡ്. അപ്പം ഇതും ഞാൻ പറഞ്ഞ ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആകുമ്പം നമ്മളെങ്ങനെയാണ്? സബ്ജക്റ്റ് പ്ലസ് വെർബ് ഉപയോഗിച്ചിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. സബ്ജക്റ്റ് പ്ലസ് വെർബ്. സബ്ജക്റ്റിൻ്റെ ഐ, വെർബ് നീഡ്. അപ്പോൾ ഇവിടെ നമുക്ക് പ്ലസ് എസ് ഓർ ഇയസ് ഒന്നും ആഡ് ചെയ്യണ്ട. ഞാൻ പറഞ്ഞു ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആകുമ്പം ഞാൻ പറഞ്ഞുതരാം. എസ് ഓർ ഇയസ് ആഡ് ചെയ്യണോ വേണ്ടയോ സബ്ജക്റ്റ് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. ഇവിടുത്തെ സബ്ജക്റ്റ് ഐ ആയതുകൊണ്ട് നമുക്ക് എസ് ഓർ ഇയസ് ആഡ് ചെയ്യേണ്ട. കാര്യം ഐ, യു, വി, ഡേ ഇങ്ങനെയുള്ള സബ്ജക്ട്സിലൊന്നും നമുക്ക് എസ് ഓർ ഇയസ് ആഡ് ചെയ്യേണ്ട വെർബിൻ്റെ കൂടെ. അപ്പോൾ ഇവിടെ വെർബിൻ്റെ കൂടെ അതുകൊണ്ടാണ് ഞാൻ വെർബ് നീഡിൻ്റെ കൂടെ നമുക്ക് ഒന്നും ആഡ് ചെയ്യേണ്ട. സബ്ജക്റ്റ് പ്ലസ് വെർബ് ഈ ഒരു ഫോം ഉപയോഗിച്ചിട്ട് എഴുതിയാൽ മതി. ഐ നീഡ് ടൈം. എനിക്ക് സമയം വേണം. ഐ നീഡ് ടൈം. അപ്പം നമുക്ക് അടുത്ത പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, നീ എന്നെ വേദനിപ്പിച്ചു. അപ്പം ഇത് നമുക്ക് ഒരു സെൻറ്റൻസ് കേൾക്കുമ്പോൾ അറിയാം കഴിഞ്ഞു പോയ കാര്യമാണ്. വേദനിപ്പിച്ചു. അപ്പോൾ കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? നീ. ഇപ്പോൾ കഴിഞ്ഞു പോയ കാര്യമാകുമ്പോൾ ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നീ എന്ന് വെച്ചാൽ എന്താ? യു. നീ എന്നെ എന്ന് പറയുമ്പോൾ എന്താ? മീ. വേദനിപ്പിക്കുക. വേദനിപ്പിക്കുക ഇംഗ്ലീഷ് വേർഡ് എന്താ? ഹേർട്ട്. HURT, ഹേർട്ട്. നീ എന്നെ വേദനിപ്പിച്ചു എന്നാണ്. അപ്പം വേദനിപ്പിക്കുക എന്നുള്ളത് നമ്മൾ പറയണ ഹേർട്ട് എന്നാണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം? നീ എന്നെ വേദനിപ്പിച്ചു. നീ. ഹേർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? വേദനിപ്പിക്കുക. ഹേർട്ട്. അല്ലെങ്കിൽ വേദനിപ്പിച്ചു. യു ഹേർട്ട് മീ. അപ്പം നീ എന്നെ വേദനിപ്പിച്ചു. യു ഹേർട്ട് മീ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്താ? ഇപ്പം ഞാൻ പറഞ്ഞു വേദനിപ്പിക്കുക എന്ന് പറയുന്നതിനാണ് ഹേർട്ട് എന്ന് പറയുന്നതിന്. അപ്പോൾ വേദനിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഹേർട്ടിൻ്റെ പാസ്റ്റ് ഫോം ഇല്ലേ എന്നൊക്കെ നമുക്ക് ചിലവർ വിചാരിക്കും. അപ്പം നമ്മൾ പറയാണ് ഈ ഹേർട്ടിനുള്ളത് പ്രസൻറ്റും പാസ്റ്റും
ചേഞ്ച് വരുന്നില്ല. ഇപ്പം നമ്മൾ പ്രസൻറ്റ് ഫോം ആണെങ്കിലും യു ഹേർട്ട് മീ എന്ന് എഴുതാം. ഇപ്പം ഇവിടെ എന്നെ വേദനിപ്പിച്ചു എന്ന്, മലയാളം വേദനിപ്പിച്ചു എന്നാണ്. പക്ഷെ നമ്മളത് പാസ്റ്റ് ഫോമിൽ ഹേർട്ടിന് ഒരു ചേഞ്ചും വരത്തില്ല. പ്രസൻറ്റും പാസ്റ്റ് സെയിം ആണ്. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. യു ഹേർട്ട് മീ, അപ്പം നീ എന്നെ വേദനിപ്പിച്ചു. അപ്പം ഓർത്തിരിക്കുക, നമ്മൾ ഹേർട്ടിനെ പാസ്റ്റ് ഫോം ആക്കിയാലും ചേഞ്ച് വരുന്നില്ല, ഹേർട്ട് തന്നെയാണ്. അപ്പം ഇവിടെ എങ്ങനെയാണ്, ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ യു ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്, ഹേർട്ട് എന്ന് പറയുന്നത് വെർബാണ്. അപ്പം നമ്മളിത് ഇപ്പം ഇപ്പം നീ പ്രസൻറ്റ് ഫോം മലയാളത്തിൽ ഇപ്പം പ്രസൻറ്റ് ഫോമിൽ എഴുതിയാൽ തന്നെ നീ എനിക്ക് വേദന തന്നു. അപ്പം ആ വേദന എന്നുള്ള ആണെങ്കിൽ പോലും നമ്മൾ ഹേർട്ടെന്നേ എഴുതുള്ളൂ പ്രസൻറ്റ് ഫോം ആണെങ്കിലും. കാര്യം ഹേർട്ട് അവിടെ ചേഞ്ച് ചെയ്യുന്നില്ല. ഹേർട്ട് പ്രസൻറ്റ് ഫോമിലും പാസ്റ്റ് ഫോമിലും ഹേർട്ട് തന്നെ, അവിടെ ഒരു ചേഞ്ച് വരുന്നില്ല. അപ്പം നമുക്ക് ഓർത്ത് വെച്ചേക്കുക, ഹേർട്ടിന് ചേഞ്ച് വരുന്നില്ല. അപ്പം നീ എന്നെ വേദനിപ്പിച്ചു. അപ്പം ഹേർട്ടിനെ പോലെ കുറേ വേർഡ്സ് ഉണ്ട്, ചേഞ്ച് ചെയ്യാത്ത വേർഡ്സുകളുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. ഈ ഒരു പോയിന്റ് മനസ്സിലായല്ലോ, നീ എന്നെ വേദനിപ്പിച്ചു, യു ഹേർട്ട് മീ. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച പോയിന്റ് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോയിന്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ എങ്ങനെയാണ്, ഞാൻ എൻ്റെ വിരൽ മുറിച്ചു. അപ്പം ഇതും സെയിം അങ്ങനെ ഒരു സംഭവം, ചേഞ്ച് ആവാത്തൊരു സംഭവമാണ് ഇവിടെയും വരുന്ന പോണത് പാസ്റ്റ് ടെൻസ് ആകുമ്പോഴും. അപ്പോൾ ഇതും ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്. ഞാൻ എൻ്റെ വിരൽ മുറിച്ചു, അപ്പോൾ കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, ഞാൻ എൻ്റെ വിരൽ. അപ്പം എൻ്റെ വിരൽ എന്ന് പറയുമ്പോൾ എന്താ, മൈ ഫിംഗർ, എൻ്റെ വിരൽ മുറിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, മുറിക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ, കട്ട്. അപ്പോൾ ഇവിടെ മുറിച്ചു എന്നാണ്. അപ്പം നമ്മൾ വിചാരിക്കും കട്ടിൻ്റെ പാസ്റ്റ് ഫോം എഴുതണമെന്ന്. പക്ഷേ ഇവിടെ കട്ടിനും ഒരു ചേഞ്ചും വരുന്നില്ല. മുറിക്കുക, മുറിച്ചു എല്ലാം സെയിം ആണ്. പ്രസൻറ്റ് ഫോമിലും പാസ്റ്റ് ഫോമിലും കട്ട് സെയിം ആയിട്ടിരിക്കും. അപ്പം നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ഹേർട്ടിനെ പോലെ തന്നെ കട്ടും. അപ്പം നമ്മൾ ഹേർട്ട് പഠിച്ചപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോയിന്റ് നമ്മളിവിടെ പഠിക്കുന്നത്. ഞാൻ എൻ്റെ വിരൽ മുറിച്ചു. നമുക്ക് എങ്ങനെ എഴുതാം, ഐ കട്ട് മൈ ഫിംഗർ. ഫിംഗർ എന്താ, വിരൽ. ഐ കട്ട് മൈ ഫിംഗർ, ഞാൻ എൻ്റെ വിരൽ മുറിച്ചു. അപ്പം നെക്സ്റ്റ് പോയിന്റ് എന്താ, അവൾ വാതിൽ അടച്ചു. അപ്പം അവൾ വാതിൽ അടച്ചു. അപ്പോൾ ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. കാര്യം അടച്ചു, കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ കഴിഞ്ഞ കാര്യമായിരിക്കും. അപ്പം എന്തായാലും ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, അവൾ എന്ന് പറഞ്ഞാൽ എന്താ, ഷീ. വാതിൽ എന്ന് വെച്ചാൽ എന്താ, ഡോർ. അടയ്ക്കുക നമുക്ക് എങ്ങനെ പറയാം, അടയ്ക്കുകയാണ് നമുക്ക് പറയാം ക്ലോസ് എന്ന് പറയാം, ഷട്ട് എന്ന് പറയാം. അപ്പം നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഷട്ടാണ്. കാര്യം നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച വേർഡ്സുകളെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന വേർഡ് ഷട്ടാണ്. അപ്പം അവൾ വാതിൽ അടച്ചു. നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അവൾ, ഷീ. വാതിൽ എന്ന് വെച്ചാൽ എന്താ, ഡോർ. അടയ്ക്കുക, ഷട്ട്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, ഷീ ഷട്ട് ദ ഡോർ. അവൾ വാതിൽ അടച്ചു, ഷീ ഷട്ട് ദ ഡോർ. അപ്പം ഇതെങ്ങനെ നമ്മൾ എഴുതിയത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയത്, ഇത് ഞാൻ പറഞ്ഞു, ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് വരുമ്പോൾ എങ്ങനെയാണ്, സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് വെർബ് ഉപയോഗിച്ചാണ് നമ്മൾ എഴുതേണ്ടത്, നമുക്കറിയാം. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ, സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഷീ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പം ഇവിടുത്തെ പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്, അപ്പം നമ്മൾ നോക്കണം സബ്ജക്റ്റിൻ്റെ കൂടെ. അപ്പോൾ ഇവിടെ എന്താ ഉള്ളത്, പാസ്റ്റ് ഫോം ഓഫ് ദ വെർബാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പം ഇവിടെ ഷട്ടാണ് ഇവിടുത്തെ വെർബ്. അപ്പോൾ ഈ വെർബ് ഷട്ടിന് ചേഞ്ച് വരുന്നില്ല. നമ്മൾ തൊട്ടും പഠിച്ച പോലെ തന്നെ ഇവിടെ പ്രസൻറ്റ് ഫോമും പാസ്റ്റ് ഫോമും സെയിം ആണ്. അപ്പം ഈ വെർബിന് ഇവിടെ ഷട്ടിന് നമ്മൾ ചേഞ്ച് വരുന്നില്ല. അപ്പം നമുക്ക് സെയിം എഴുതിയാൽ മതി, നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല. ഷട്ടിനെ നമുക്ക് പാസ്റ്റ് ഫോമിലോട്ട് ആക്കണം അങ്ങനെയൊന്നുമില്ല. ഓൾറെഡി ഷട്ട് ചേഞ്ച് ആവത്തില്ല പ്രസൻറ്റ് ഫോമിലും പാസ്റ്റ് ഫോമിലും. അപ്പം നമ്മൾ തൊട്ട് പഠിച്ച വേർഡ്സ് അങ്ങനെയാണ്. കട്ട് നമ്മൾ പഠിച്ചില്ലേ, ഐ കട്ട് ദ ഫിംഗർ. ആ കട്ടിന് അവിടെ ചേഞ്ച് വരുന്നില്ല. പ്രസൻറ്റ് ഫോമിലും പാസ്റ്റ് ഫോമിലും ചേഞ്ച് വരുന്നില്ല. അപ്പോൾ അതിന് തൊട്ടുമ്പോൾ പഠിച്ചായിരുന്നു ഹേർട്ട് നമ്മൾ വേദനിപ്പിക്കുക. അപ്പോൾ അവിടെ ഹാർട്ടിന് പ്രസൻറ്റ് ഫോമിലും പാസ്റ്റ് ഫോമിലും ചേഞ്ച് വരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വേർഡ്സ് ഉണ്ട്. അപ്പം നമുക്ക് ഈസി ആയിട്ട് അവിടെ ഉപയോഗിക്കാം, ചേഞ്ചേ വരുന്നില്ല, നമുക്ക് അങ്ങനെ തന്നെ പറയാം. അപ്പോൾ ഇവിടെ അവൾ വാതിലടച്ചു, ഷീ ഷട്ട് ദ ഡോർ. അവൾ വാതിലടച്ചു, ഷീ ഷട്ട് ദ ഡോർ. അപ്പം ചേഞ്ച് വരാത്ത നമുക്ക് ഇച്ചിരി എളുപ്പമായിരിക്കുമല്ലോ. അപ്പം ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. അപ്പം ഇങ്ങനെയാണ്, അവൾ വാതിൽ അടച്ചു, ഷീ ഷട്ട് ദ ഡോർ. നമുക്ക് അടുത്ത നെക്സ്റ്റ് പോയിന്റ്, നീ അത് നശിപ്പിച്ചു. അപ്പം ഈ ഒരു സെൻറ്റൻസ് കേൾക്കുമ്പോഴേ നിങ്ങൾക്കറിയാം ഇതൊരു കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, നീ, യു.
അത് നശിപ്പിച്ചു. നശിപ്പിക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? നശിപ്പിക്കുക കുറേ ഇംഗ്ലീഷ് വേർഡ് ഉണ്ട്. നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മൾ റൂയിൻ എന്ന് പറയാം. അപ്പോൾ റൂയിൻ മാത്രമല്ല, ഡാമേജ്, ഡിസ്ട്രോയ്, അങ്ങനെ കുറേ വേർഡ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ റൂയിനാണ്, RUIN ഉപയോഗിക്കുകയാണ്. നീ അത് നശിപ്പിച്ചു നമുക്ക് എങ്ങനെ എഴുതാം? അപ്പം ഇതൊരു കഴിഞ്ഞു പോയ കാര്യമാണ്, ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? യു, നീ. അപ്പം നശിപ്പിക്കുകയുടെ ഇംഗ്ലീഷ് വേണം എന്താ? റൂയിൻ, RUIN. ഞാൻ പറഞ്ഞു കുറേ വേർഡ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മൾ റൂയിൻ ആണെന്നേ ഉള്ളൂ. അപ്പം യു റൂയിൻ, നശിപ്പിക്കുക റൂയിൻ. അപ്പോൾ ഇവിടെ നശിപ്പിച്ചു എന്നാണ്. അപ്പം നമുക്ക് റൂയിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതാം. അപ്പോൾ യു റൂയിൻഡ്, ED യൂസ് ചെയ്യാം. യു റൂയിൻ ദ എന്താ ഇറ്റ്, അതെന്നേ ഉള്ളൂ, വേറൊന്നും ഇല്ല. യു റൂയിൻഡ് ഇറ്റ്, നീ അത് നശിപ്പിച്ചു. യു റൂയിൻഡ് ഇറ്റ്. അപ്പോൾ നമ്മൾ ഈ റൂയിനെ എങ്ങനെ പാസ്റ്റ് ഫോം ആക്കി? ED ആഡ് ചെയ്തിട്ട് അതിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ടാണ് എഴുതിയത്. കാര്യം സെൻറ്റൻസ് എങ്ങനെയാണ്? പാസ്റ്റ് ഫോമിലാണ്. നീ അത് നശിപ്പിച്ചു. അപ്പോൾ റൂയിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് റൂയിൻഡ് ആക്കി. യു റൂയിൻഡ് ഇറ്റ്, നീ അത് നശിപ്പിച്ചു. അപ്പം ഇവിടെ നമ്മൾ ഏത് ഫോം ഉപയോഗിച്ചിട്ട് എഴുതിയത്? സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് യൂസ് ചെയ്തിട്ടാണ് എഴുതിയത്. അപ്പം കാര്യം എന്താ? അതെങ്ങനെ മനസ്സിലായി? കാര്യം ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന് നമുക്ക് പറയാം. നീ അത് നശിപ്പിച്ചു. അപ്പോൾ ആ ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസിലാണ് നമ്മൾ പഠിച്ചത്. സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് ഉപയോഗിച്ചിട്ട് എഴുതാമെന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പം ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? യു ആണ് സബ്ജക്റ്റ്. സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. ആ പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് റൂയിൻ ആണ്. റൂയിൻ്റെ പ്രസൻറ്റ് ഫോം റൂയിൻ, RUIN. ആ റൂയിനെ പാസ്റ്റ് ഫോം ആക്കി റൂയിൻഡ് ആക്കി. അപ്പം ഈ ഒരു ഫോം ഉപയോഗിച്ചാണ് എപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് വരുമ്പോഴും ഈ ഒരു ഫോം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പം നമ്മൾ പിന്നെ ഇങ്ങനെ ഇവിടെ ഇതുങ്ങൾ എഴുതിയേക്കാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ എന്താ ചേഞ്ച് വരുത്തിയത്? റൂയിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലാക്കി. RUINED, റൂയിൻഡ് എന്നാക്കി. ED നമ്മൾ ആഡ് ചെയ്തിട്ട് റൂയിൻഡ് എന്നാക്കി. അപ്പം നീ അത് നശിപ്പിച്ചു. യു റൂയിൻഡ് ഇറ്റ്, നീ അത് നശിപ്പിച്ചു. യു റൂയിൻഡ് ഇറ്റ്. അടുത്ത പോയിന്റ്. അപ്പോൾ നെക്സ്റ്റ് പോയിൻ്റ് എന്താ? നീ വീണ്ടും കള്ളം പറഞ്ഞു. അപ്പം നമുക്ക് എങ്ങനെ പറയാം? ഇത് പറഞ്ഞു എന്ന് കേൾക്കുമ്പോഴേ അറിയാം കഴിഞ്ഞു പോയൊരു കാര്യമാണെന്ന്. അപ്പം ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? നീ എന്ന് വെച്ചാൽ എന്താ? യു, വീണ്ടും, എഗെയിൻ. കള്ളത്തിന് നമ്മൾ ഇംഗ്ലീഷ് പറയുന്നത് ലൈ. പറയുക എന്ന് വെച്ചാൽ ടെൽ. പറഞ്ഞു എന്ന് പറയുമ്പോൾ ടോൾഡ്. അപ്പം നമ്മളിവിടെ എഴുതുമ്പോൾ നമ്മൾ ടെല്ലോ ടോൾഡോ ഒന്നും ഉപയോഗിക്കാതാണ് എഴുതുന്നത്. അപ്പം നീ വീണ്ടും കള്ളം പറഞ്ഞു നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. നീ. യു ലൈഡ്. ലൈ എന്ന് പറയുന്ന പ്രസൻറ്റ് ഫോമാണ്. ലൈയുടെ പാസ്റ്റ് ഫോമാണ് ലൈഡ്. കാര്യം ഇതൊരു പാസ്റ്റ് ഫോം ആണല്ലോ. നീ വീണ്ടും കള്ളം പറഞ്ഞു, പാസ്റ്റ് ഫോം. അപ്പം നമ്മൾ ലൈയാണ് ഇവിടെ ചേഞ്ച് വരുത്തുന്നത്. ലൈ പ്രസൻറ്റ് ഫോം, ലൈയെ ചേഞ്ച് ചെയ്തു. ലൈ ED എന്നാക്കി. അപ്പം പാസ്റ്റ് ഫോമായി. യു ലൈഡ് എഗെയിൻ, വീണ്ടും. യു ലൈഡ് എഗെയിൻ. അപ്പം ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആയതുകൊണ്ട് നമ്മൾ ഏത് ഫോം ഉപയോഗിച്ചത് നമുക്കറിയാമല്ലോ. സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് ഉപയോഗിച്ചു. അപ്പം ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എന്ന് പറയുന്നത് യു ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. പിന്നെ പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് എന്ന് പറയുമ്പോൾ എന്താ? ലൈയെ നമ്മൾ പാസ്റ്റ് ഫോം ആക്കി ലൈഡ് എന്ന് എഴുതി. ലൈഡാണ് ഇവിടുത്തെ വെർബ്, പാസ്റ്റ് ഫോം ഓഫ് ദ വെർബാണ്. അപ്പോൾ ലൈയെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ലൈഡാക്കി. അപ്പോൾ അതിവിടെ എഴുതാം. അപ്പം എങ്ങനെ നമ്മളിവിടെ എഴുതിയത്? LIE, ലൈയെ നമ്മൾ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലാക്കിയപ്പോൾ LIED, ലൈഡാക്കി എഴുതി ഇവിടെ. അപ്പം യു ലൈഡ് എഗെയിൻ, നീ വീണ്ടും കള്ളം പറഞ്ഞു. യു ലൈഡ് എഗെയിൻ. അപ്പം നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിൻ്റ് എന്താ? എനിക്ക് സഹനശേഷി നഷ്ടപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ എഴുതായിരുന്നേ. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് കേൾക്കുമ്പോഴേ അറിയാം ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. കാര്യം എനിക്ക് സഹനശേഷി നഷ്ടപ്പെടുന്നു. അപ്പം പെടുന്നു ഇപ്പോഴത്തെ ഒരു കാര്യമാണ് പറയണത്. ഇപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് സഹനശേഷി നഷ്ടപ്പെടുന്നു. അപ്പം ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ എനിക്ക് അപ്പം സഹനശേഷി എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? പേഷ്യൻസ്. നമ്മൾ പറയാമല്ലോ ഭയങ്കര പേഷ്യൻസ് ആണ് നമ്മൾ. പക്ഷേ സഹനശേഷി നമ്മൾ കൂടുതൽ നമ്മൾ മലയാളത്തിനേക്കാളും പേഷ്യൻസ് തന്നെയാണ് പറയണത്. അപ്പം നമുക്കത് അറിയാം. എനിക്ക് സഹനശേഷി എന്ന് വെച്ചാൽ പേഷ്യൻസ് ആണ്. നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് നഷ്ടപ്പെടുക ഇംഗ്ലീഷ് വരുന്നത് ലോസ്. അപ്പം എനിക്ക് സഹനശേഷി നഷ്ടപ്പെടുന്നു. ഇപ്പോൾ അങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ എഴുതാം? ഇപ്പോൾ ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം.
ഐ ആം എന്താ എനിക്ക്, നഷ്ടപ്പെടുക. അപ്പം നഷ്ടപ്പെടുക ഞാൻ പറഞ്ഞു LOSE ആണ് നഷ്ടപ്പെടുകയുടെ സ്പെല്ലിംഗ്. പക്ഷെ ഞാനിവിടെ ING ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് LOSA എഴുതിയിട്ടുള്ളൂ ഇപ്പം. അപ്പം നഷ്ടപ്പെടുക, നഷ്ടപ്പെടുന്നു. അപ്പം ഐ ആം പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയതുകൊണ്ട് നമ്മളിവിടെ ING ഉപയോഗിക്കും വെർബിൻ്റെ കൂടെ. ഐ ആം ലോസിങ് മൈ എന്താ പോയിക്കൊണ്ടിരിക്കുന്ന സഹനശേഷി, പേഷ്യൻസ്. ഐ ആം ലോസിങ് മൈ പേഷ്യൻസ്. പേഷ്യൻസ് എന്ന് വെച്ചാൽ സഹനശേഷി. ഐ ആം ലോസിങ് മൈ പേഷ്യൻസ്. ഇപ്പോൾ ഇവിടെ എന്താ ഞാൻ ING ഒക്കെ ഉപയോഗിച്ച് എഴുതാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആയതുകൊണ്ട്. കാര്യം ഇപ്പോൾ അയാൾക്ക് ഇങ്ങനെ സഹനശേഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴത്തെ ഒരു കാര്യമാണ്. അപ്പം നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോമിലാണ് എഴുതിയത്. അപ്പം ആ ഒരു ഫോം നമ്മൾ ഇവിടെ എഴുതി വെക്കാം, ജസ്റ്റ് നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടി. സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വെർബ്, കാണാൻ പറ്റുന്നില്ല തോന്നുന്നു നിങ്ങൾക്ക്, വെർബ് പ്ലസ് ING ഫോം ഉപയോഗിച്ചിട്ടാണ് ഇത് എഴുതിയത്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഐ ആണ് സബ്ജക്റ്റ്. അപ്പം സബ്ജക്റ്റിൻ്റെ കൂടെ നമുക്ക് എന്താണ് ആഡ് ചെയ്യേണ്ടത്? അപ്പോൾ ഇവിടെ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ നോക്കാം. ഇവിടെ ഐയുടെ കൂടെ നമുക്ക് ഇവിടെ എന്ത് ആഡ് ചെയ്യാൻ പറ്റും? ഈസോ ആമോ ആറോ. നിങ്ങൾക്ക് തന്നെ അറിയാം ഐയുടെ കൂടെ നമുക്ക് ഈസെന്ന് ഒരിക്കലും ആഡ് ചെയ്യാൻ പറ്റില്ല, ആറെന്ന് ഒരിക്കലും പറ്റില്ല. അപ്പം നമ്മൾ ഇത് രണ്ടും കട്ട് ചെയ്യുക. ഈസും പറ്റില്ല, ആറും പറ്റില്ല. അപ്പോൾ ഐയുടെ കൂടെ നമുക്ക് എന്താ ഇവിടെ പറ്റുന്നത്? ആം. ഇവിടെ ഐയുടെ കൂടെ നമുക്ക് ആമേ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സബ്ജക്റ്റിൻ്റെ കൂടെ ആം യൂസ് ചെയ്തു. പിന്നെ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? പിന്നെ സബ്ജക്റ്റ് പ്ലസ് ആം ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, പ്ലസ് വെർബ് പ്ലസ് ING ഫോം. ഇപ്പോൾ ഇവിടുത്തെ വെർബ് എന്ന് പറഞ്ഞാൽ ലോസ് ആണ് ഇവിടുത്തെ വെർബ്. ആ വെർബിനെ നമ്മൾ മാറ്റി ING ഉപയോഗിച്ചു. അപ്പം നമ്മൾ എന്തായി? ലോസിങ്, LOSING, ലോസിങ് ആയി. അപ്പം ഐ ആം ലോസിങ് മൈ പേഷ്യൻസ്, എനിക്ക് സഹനശേഷി നഷ്ടപ്പെടുന്നു. ഐ ആം ലോസിങ് മൈ പേഷ്യൻസ്, എനിക്ക് സഹനശേഷി നഷ്ടപ്പെടുന്നു. നമുക്ക് അടുത്ത പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ്, ഇത് ലാസ്റ്റ് പോയിൻ്റാണ് കേട്ടോ. അപ്പം എനിക്ക് കാത്തിരിക്കാൻ കഴിയില്ല. അപ്പം നമുക്ക് എങ്ങനെ പറയാം ഇംഗ്ലീഷിൽ? അപ്പം എനിക്കെന്ന് വെച്ചാൽ എന്താ? ഐ. അപ്പം കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വെയിറ്റ്. കഴിയില്ല. അപ്പോൾ കഴിയില്ല എന്ന് പറയാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിച്ചിട്ടാണ് എഴുതുന്നത് നമുക്ക് നോക്കാം. എനിക്ക് കാത്തിരിക്കാൻ കഴിയില്ല. നമുക്ക് എങ്ങനെ പറയാം? ഐ കാൺട്ട്. കഴിയില്ല. അപ്പം നമ്മൾ കഴിയില്ല എന്ന് ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിച്ചതാണ് കാൺട്ട്. ഐ കാൺട്ട് വെയിറ്റ്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കാത്തിരിക്കുക. എനിക്ക് കാത്തിരിക്കാൻ കഴിയില്ല എന്ന് പറയാൻ വേണ്ടി നമ്മളിവിടെ കാൺട്ട് യൂസ് ചെയ്തിട്ടാണ് എഴുതിയത്. ഐ കാൺട്ട് വെയിറ്റ്, എനിക്ക് കാത്തിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇത് ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. കാരണം എനിക്ക് കാത്തിരിക്കാൻ കഴിയില്ല നമ്മൾ അപ്പോൾ പറയുന്ന ഒരു കാര്യമാണ്. ഇത് ഇപ്പോഴത്തെ ഒരു കാര്യമാണ് പറയണത്, എനിക്ക് കാത്തിരിക്കാൻ കഴിയില്ല. അപ്പം നമ്മൾ എങ്ങനെ എഴുതിയ സബ്ജക്റ്റ് പ്ലസ് വെർബ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഫോം എഴുതിയിരിക്കുന്നത്. ഇവിടുത്തെ ഐ എന്ന് പറയുന്നത് സബ്ജക്റ്റാണ്, ആണ് സബ്ജക്റ്റ്. വെർബ് എന്ന് പറയുന്നത് എന്താ? വെയിറ്റ്. ഇവിടെ വെർബാണ്, വെയിറ്റാണ് വെർബ്. അപ്പം സബ്ജക്റ്റ് ഐയും വെർബ് എന്ന് പറയുന്നത് വെയിറ്റാണ്. അപ്പം നമ്മൾ എങ്ങനെ എഴുതിയത്? ഐ കാൺട്ട് വെയിറ്റ്, എനിക്ക് കഴിയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാൺട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചു, ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്, ഇപ്പോഴത്തെ ഒരു കാര്യമാണ് പറയണത്. അപ്പം നമ്മൾ പഠിച്ച എങ്ങനെയാണ്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആകുമ്പം സബ്ജക്റ്റ് പ്ലസ് നമ്മളെങ്ങനെയാണ് പഠിച്ചത്? വെർബിൻ്റെ കൂടെ SOR ES ആഡ് ചെയ്യേണ്ട അങ്ങനെയല്ല നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? ഐ. വെർബ് എന്ന് പറഞ്ഞാൽ വെയിറ്റ്. അപ്പം ഇവിടെ നമ്മൾ സബ്ജക്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് വെർബിൻ്റെ കൂടെ എസ് ആഡ് ചെയ്യണോ വേണോ എന്നൊക്കെ. ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? ഐ. അപ്പോൾ ഐയുടെ കൂടെ നമുക്ക് ഒന്നും ആഡ് ചെയ്യേണ്ട, നമ്മൾ പഠിച്ചതല്ലേ ഐ. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? നമ്മൾ പഠിച്ചായിരുന്നു ഐ, ഹി, ഷീ, ഇറ്റ്, ഇങ്ങനെയുള്ള സബ്ജക്ട്സിൻ്റെ കൂടെ ഒന്നും നമുക്ക് SOR ES ആഡ് ചെയ്യേണ്ട. അപ്പം ഇവിടെ സബ്ജക്റ്റ് എന്താ? ഐ. അപ്പോൾ ഐ വന്നുകൊണ്ട് നമുക്ക് അറിയാം ഇവിടെ ആഡ് ചെയ്യേണ്ട. അപ്പം നമ്മൾ ഐ കാൺട്ട് വെയിറ്റ് എന്ന് എഴുതിയാൽ മതി. പക്ഷേ നമ്മൾ SOR ES ആഡ് ചെയ്യേണ്ട എവിടെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നല്ലോ. എവിടേക്കാണ്? യു, ദേ, വി. അപ്പോൾ ഇങ്ങനെയുള്ള സബ്ജക്ട്സ് വന്നാൽ നമുക്ക് അവിടെ SOR ES ആഡ് ചെയ്യാം. പിന്നെ ഈ SOR ES എന്താ? അത് ചിലപ്പം ചിലർക്ക് തോന്നും പെട്ടെന്ന് ഈ ഒരു സെൻറ്റൻസ് തോന്നും ഇതായിരിക്കും അവർ കാണുന്ന സെൻറ്റൻസ്. അപ്പം ഇതിൽ SOR ES ഞാൻ പറയണില്ല, പക്ഷെ എനിക്കൊന്നൊരു 3-4 സെൻറ്റൻസ് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഗോ ആണെങ്കിൽ നമ്മൾ അതിനെ ഗോസ് ആക്കും, അപ്പോൾ നമ്മൾ ES ആഡ് ചെയ്യും. ഇപ്പോൾ ലവ് ആണെങ്കിൽ ഓൾറെഡി LOVE ഉണ്ട്, അപ്പോൾ ഇവിടെ നമുക്ക് S ആഡ് ചെയ്താൽ മതി. അതാണ് SOR ES ഞാൻ പറഞ്ഞത്, മനസ്സിലായോ?
ഇപ്പോൾ ലവിന് ഓൾറെഡി ഈ ലാസ്റ്റ് ഉണ്ടായിട്ട് എസ് ആഡ് ചെയ്താൽ മതി. ഗോയ്ക്ക് എന്ന് പറഞ്ഞാൽ GOയേ ഉള്ളൂ, ഈ ഇല്ല. അപ്പം നമ്മളിവിടെ ES ആഡ് ചെയ്യും. അതുകൊണ്ട് ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ എസ് ഓർ ES എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ഫോം നിങ്ങൾക്കറിയാലോ, സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് എസ് ഓർ ES. അപ്പോൾ ഇങ്ങനെ ഒരു ഫോമുണ്ട് ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസിൽ. അപ്പോൾ ഈ ഒരു ഫോം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എസ് ഓർ ES നമ്മൾ സബ്ജക്റ്റ് നോക്കിയിട്ട് വെർബിൻ്റെ കൂടെ എസ് ഓർ ES ആഡ് ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് ഐ ആണ്. അപ്പോൾ വെർബിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യേണ്ട. നമ്മൾ ഐ കാൺട്ട് വെയിറ്റ്, അപ്പം നമ്മൾ കഴിയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് കാൺട്ട് ഉപയോഗിച്ചു. അപ്പോൾ എങ്ങനെയാണ്, എനിക്ക് കാത്തിരിക്കാൻ കഴിയില്ല. ഐ കാൺട്ട് വെയിറ്റ്, ഐ കാൺട്ട് വെയിറ്റ്, എനിക്ക് കാത്തിരിക്കാൻ കഴിയില്ല. ഇതാണ് നമ്മുടെ ലാസ്റ്റ് പോയിന്റ്. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് പുതിയ ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ ഫ്രണ്ട്സ്. ഈ ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ, പ്ലീസ്.